നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിൽ മരപ്പട്ടി ശല്യമുണ്ട് എന്ന ഒരു രോദനം മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് വെച്ചു എന്ന് വിചാരിക്കുക. കുറച്ചു കഴിയുമ്പോൾ അതിൻ്റെ മേൽ മരപ്പട്ടി മൂത്രമൊഴിക്കുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഇതോടെ ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യം വാർത്തയാകുകയാണ്, ചർച്ചാ വിഷയമാകുകയാണ്. അതേസമയം ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിയെപ്പറ്റി പറയുമ്പോൾ ഒരു വർഷം മുന്നേ രാജ്ഭവനിലും മരപ്പട്ടി ശല്യം രൂക്ഷമായിരുന്നു എന്ന വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. രാജ്ഭവനിൽ ഗവർണർ താമസിക്കുന്ന വസതിയുടെ മച്ചിലൂടെ മരപ്പട്ടികൾ ഓടി നടക്കുമായിരുന്നു. രാത്രിയിൽ വല്ലാത്ത ശബ്ദമുണ്ടാകുമെന്നും മുറികളിൽ മൂത്രമൊഴിച്ച് നാശമാക്കുമെന്നും ഗവർണർ പരാതി പറഞ്ഞിരുന്നു. ഉറക്കം നഷ്ടമായതോടെ അതിവിശിഷ്ട അതിഥികൾക്കുള്ള പ്രസിഡൻഷ്യൽ സ്യൂട്ടിലേക്ക് ഗവർണർ താമസം മാറുകയും 6 മാസം അദ്ദേഹം അവിടെ താമസിക്കുകയും ചെയ്തു. ഈ 6 മാസത്തിനിടയിൽ രാജ്ഭവനിൽ അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു. കേരളീയ വാസ്തുശില്പ മാതൃകയിലുള്ള മന്ദിരമാണ് രാജ്ഭവൻ. മുറികളിൽ മച്ചുകളും അതിനു മുകളിൽ പാകിയ ഓടുകളുമുണ്ട്. ഈ മച്ചിന് മുകളിലൂടെയായിരുന്നു മരപ്പട്ടികൾ ഓടിക്കൊണ്ട് നടന്നത്. ഗവർണറുടെ ഉറക്കത്തിന് പോലും തടസ്സമായതോടെ പൊട്ടിയ ഓടുകൾ മാറ്റാനും മച്ചുകൾ നവീകരിക്കാനും ഗവർണർ നിർദ്ദേശിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണിയും നവീകരണവും നടത്തിയിരുന്നു. എന്തായാലും അന്ന് രാജ്ഭവനിൽ അറ്റകുറ്റപ്പണികളൊക്കെ നവീകരണം നടത്തിയതാണ്. ഈ മരപ്പട്ടി ശല്യം കാരണം ഗവർണർ രാജ്ഭവനിൽ നിന്നും മാറി മറ്റൊരിടത്ത് താമസിക്കുകയും രാജ്ഭവനിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ഒക്കെ ചെയ്ത സംഭവ വികാസങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. 1 വർഷങ്ങൾക്ക് ഇപ്പുറം ക്ലിഫ് ഹൗസിലും മരപ്പട്ടി ശല്യമുണ്ട് എന്ന ഒരു വാർത്ത അല്ലെങ്കിൽ എന്ന ഒരു വിവരം മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്രകാരമാണ്: വലിയ സൗകര്യങ്ങളോട് താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത്. ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ എന്താണ്? രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് വെച്ചെന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേൽ വെള്ളം വീഴും. ഏതാ വെള്ളം? മരപ്പട്ടി മൂത്രമൊഴിച്ച വെള്ളം. മരപ്പട്ടി മൂത്രം വീഴുമെന്നതിനാൽ വെള്ളം അടച്ചു തന്നെ വച്ചിരിക്കുകയാണ്. മതിയായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ പണം ചെലവഴിക്കുന്നത് ദുർവ്യയമല്ല. എന്തിനും അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടു വരുന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. വിവാദങ്ങൾ നടന്നോട്ടെ, ആവശ്യമായ കാര്യങ്ങൾ നടക്കുക എന്നതാണ് പ്രധാനം. പ്രശസ്തമായ ഗസ്റ്റ് ഹൗസുകളുടെ അവസ്ഥ എന്താണ്? അതിനെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. കൊല്ലം ഗസ്റ്റ് ഹൗസ് എത്ര കാലമായി അടഞ്ഞു കിടക്കുന്നു? ആലുവ ഗസ്റ്റ് ഹൗസിലെ പഴയ മന്ദിരത്തിന്റെ അവസ്ഥ എന്തായി? ഇതിനെ ദയാവധത്തിന് വിടേണ്ടതുണ്ടോ? കെട്ടിടങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയത്. എന്തായാലും രാജ്ഭവനിൽ മരപ്പട്ടി ശല്യം ഉണ്ടായപ്പോൾ അറ്റകുറ്റപ്പണി നടത്തി, നവീകരണമൊക്കെ നടത്തി. ഇനി ക്ലിഫ് ഹൗസിലും മരപ്പട്ടി ശല്യമാണ്. ക്ലിഫ് ഹൗസിലും അറ്റകുറ്റപ്പണി നടത്തുമോ, നവീകരണം നടത്തുമോ എന്നൊരു ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.